ലോകനാർക്കാവ് അയ്യപ്പ സേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി വത്സലൻ കുനിൽ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും കുടുംബ സംഗമം കൃഷ്ണ ഓഡിറ്റോറിയം ലോകനാർക്കാവിൽ വെച്ച് നടന്നു. വടകര ഗുരുസ്വാമിയുടെ പത്നി ശാരദാമ്മ ദീപം തെളിയിച്ചു തുടങ്ങിയ പരിപാടിയിൽ പി.കെ. കുമാരഗുരുസ്വാമി അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സദസ്സ് വത്സലൻ കുനിൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ പിതാവായ വടകര ഗുരുസ്വാമി ശ്രീ കുഞ്ഞിരാമകുറുപ്പിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ ശ്രീ കുമാരസ്വാമി, അദ്ദേഹം ലോകനാർക്കാവിലുള്ള ഗുരുസ്വാമിയാണ്. അദ്ദേഹമാണ് ഇവിടെ എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഭജന സമിതി ചാരിറ്റബിൾ ട്രസ്റ്റായി രൂപീകരണം ചെയ്തത്. ഇതിന്റെ ഉദ്ദേശം ഭക്തിമാണ് രൂപീകരിച്ചത്. അത് പിന്നീട് ഒരു സേവാസമിതിയായി മാറുകയും ഒരു ക്ഷേത്രമല്ല, സമൂഹത്തിൽ അവസരായിരിക്കുന്നവരെ സഹായിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ കണ്ടെത്തുന്ന ഫണ്ട് അവരെ തീർത്ഥാടനം നടത്തി കേരളത്തിൽ മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ, കാശി, രാമേശ്വരം, അതുപോലുള്ള അയോധ്യ മുതലായ ക്ഷേത്രങ്ങളിലൊക്കെ കുടുംബ സംഗമം ഞങ്ങളുടെ മനസ്സിൽ കുറെ കാലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവരെയും ഒന്ന് ഒരു വേദിയിൽ കൊണ്ടുവരിക, അവരെയൊക്കെ ഒന്ന് സ്മരിക്കുക എന്നുള്ളത്. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മഹത് വ്യക്തികൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തത്. ലോകനാർക്കാവിലമ്മയുടെ മണ്ണിൽ ഒരു അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഒരു വിശ്രമ കേന്ദ്രം, ഒരു ഭജനമഠം ഉണ്ടാക്കുക. അത് വടകര ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ, വടകര ഗുരുസ്വാമിയുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ചെയ്തത്. എന്നാൽ ഗുരുസ്വാമിയുടെ ഗുരുസ്വാമിയായിരിക്കുന്ന ഏറാമല ചാത്തുക്കുറുപ്പ് ഗുരുസ്വാമിയും കൂടിയാണ് ആദ്യത്തെ ഇതിന്റെ ഫോട്ടോ സ്ഥാപിച്ച് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് പല ഘട്ടത്തിലായിട്ട് അയ്യപ്പ ഭജനമഠം പുതുക്കി പണിയേണ്ടതായി വന്നിട്ടുണ്ട്. ഒരുപാട് 2-3 ഘട്ടങ്ങളിലായിട്ട് ഫോട്ടോ ആലേഖനം ചെയ്തേണ്ടതായി വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2018 ദേവസ്വം ഞങ്ങളോട് ഈ ഭജനമഠത്തിന്റെ താക്കോൽ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും അത് കൊടുത്ത് 2018 ജൂലൈ 20-ാം തീയതിയാണ് കൊടുത്തത്. അതിനുശേഷം അന്ന് തന്നെ ആ ജനസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് ഗുരുസ്വാമി നാമചരണം ചെയ്ത ഒരു സ്ഥാപനമാണ് ചാരിറ്റി, അതായത് സേവാ സമിതി ആൻഡ് ചാരിറ്റി. ആ ചാരിറ്റി പ്രവർത്തനം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപിനാഥ് MT ഇരിങ്ങന്നൂർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. P.P. നാരായണൻ, മനോജ് കൃഷ്ണ, S.K. നിതീഷ്, പാറക്കണ്ടി ബാലസ്വാമി, M.M. ബാലകൃഷ്ണസ്വാമി എന്നിവർ സംസാരിച്ചു. മുൻ സ്ഥാപക മെമ്പർമാരെയും മൺമറഞ്ഞുപോയ സ്ഥാപക മെമ്പർമാരുടെ പത്നിമാരെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു. മാക്കൂൽ പീടിക്കൽ വെച്ച് അപകടാവസ്ഥയിലായ സ്ത്രീയെ മരണത്തിൽ നിന്നും CPR നൽകി രക്ഷപ്പെടുത്തിയ അമൃത, ഷിംന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഷിംന ഈ കുഴഞ്ഞു വീണ ഈ ഒരു സ്ത്രീയെ എടുത്ത് ഇരുത്തുന്നതാണ് കാണുന്നത്. അവർ കണ്ണൊക്കെ പുറകോട്ട് പോയി, ബോധമില്ലാത്ത, വിളിച്ചിട്ടൊന്നും ഒരനക്കവും ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒരു ധനി റെസിഡൻസിൻ്റെ ഭാഗമായിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഒരു പ്രദേശത്തെ മുഴുവൻ വീട്ടുകാർക്കും ഒരു അംഗത്തെയും വിട്ടുപോകാതെ എല്ലാവരെ കൊണ്ടും ഡമ്മി വെച്ചിട്ട് പരിശീലിപ്പിച്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് തന്നൊരു ധൈര്യത്തിലാണ് ആ ഒരു സമയത്ത് എനിക്കങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. അപ്പോൾ കുഴഞ്ഞു വീണ ഇവരിങ്ങനെ എടുത്ത് കിടത്തി. അപ്പോൾ ആ സമയത്ത് ഒന്നും നോക്കാതെ, കാരണം അച്ഛനന്ന് കയ്യിൽ നിന്ന് ഒരു 2-3 സെക്കൻഡ് കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്നാണ് പോയത്. ആ സമയത്ത് അറിവില്ലായ്മ ഭയങ്കര വല്ലാത്തൊരു നെഗറ്റീവ് റോളായിരുന്നു ജീവിതത്തിൽ കാണിച്ചത്. കാരണം നാവിനടിയിൽ വെക്കുന്ന ഗുളിക വെക്കണം എന്നേ എനിക്ക് അന്നേരം അറിയണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അത്ര പോലും ഞാൻ എൻ്റെ ഹെൽമെറ്റ് പോലും അഴിച്ചു വെക്കാനുള്ള താമസം ഞാൻ എടുത്തിട്ടില്ല. ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ത്രീക്ക് CPR നൽകിയത്. ആദ്യത്തെ 30 കൊടുത്തു, കംപ്രഷൻ കൊടുത്തു, അവർക്ക് അനക്കമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരോ പറയുന്നുണ്ട് വായിലൊന്ന് ഊതിക്കൊടുക്കുക. അപ്പോൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഊതാൻ പാടില്ല, അത്രയും അടുത്ത റിലേറ്റീവ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. എന്നിട്ട് ഞാൻ അടുത്ത 30 കംപ്രഷനിലും വന്നില്ലെങ്കിൽ വായിൽ ഊതാൻ തയ്യാറായി നിന്നതാണ്. പക്ഷെ ഒരു 20 എണ്ണുമ്പോഴേക്കും അവർ കണ്ണ് തുറന്നിട്ട് പിന്നെ അവർക്ക് ഒന്നും എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. അവരപ്പോഴേക്ക് വേർത്ത് നല്ല വെള്ളം പോലെ ആയിപ്പോയി.